ചേച്ചി എത്ര നേരമായിടാ നിന്നെ വിളിച്ചിട്ട്? ഗുളിക വിളിക്കുമ്പോഴെങ്കിലും നിനക്കൊന്ന് നേരത്തെ വന്നൂടെ? അത് നിങ്ങളെ വിളിക്കുമ്പോൾ ഞാൻ വേറെ സാധനം വാങ്ങാൻ കടയിൽ നിൽക്കുമായിരുന്നു. ഇതാര്? ചന്തു ബംഗാളിയാ? ഈ വഴിയൊക്കെ മറന്നോടാ? വന്ന വഴി മറക്കണമല്ല ഈ മുഗൾ സന്ത്. ചെറിയ വായില് വലിയ വർത്തമാനം. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. നീ ഇപ്പൊ എന്താ പുതിയ പെയിന്റിംഗ് പണിക്കൊക്കെ പോണെന്ന് പറഞ്ഞു, ഇന്നില്ലേ? അത് 5 ദിവസം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അച്ഛാ പൈസ കൊടു. എന്ത് ഗുളിക വാങ്ങണം? തലവേദനയ്ക്കുള്ളത്. എത്ര എണ്ണം വാങ്ങണം? ഒരു 5 എണ്ണം. ഇതില് ആർക്കാ തലവേദന? എനിക്ക്. എന്ത് ഗുളിക വാങ്ങണം? സാരിഡോൺ. സ്പെല്ലിംഗ് ഒന്ന് പറയണം. SARIDON. സാരിഡോൺ. ഓക്കെ. മെസ്സേജ് തരണോ? വേണ്ട. 250 mg വേണോ 500 mg വേണോ ഗുളിക? വേണ്ട വേണ്ട, ഡോസ് കുറഞ്ഞത് മതി. ഡോസ് കുറഞ്ഞ മതിയേ. എന്നാ ഞാൻ പോയിട്ട് വരാം. അതെ, ആ പറഞ്ഞ ഗുളിക അവിടെ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ഏത് ഗുളിക വാങ്ങണം? അതൊക്കെ അവിടെ കാണും. നീ ഒന്ന് പെട്ടെന്ന് പോയിട്ട് വാടേ മുകുൾ ചന്തേ. ഓക്കെ ഓക്കെ. ഗുളികയുടെ പേരൊന്നുകൂടി പറയണം. സാരിഡോൺ. സഡിറോൺ. ഓ, സഡിറോൺ അല്ലടാ, പൊട്ടം ബംഗാളി. സാരിഡോൺ. ചേച്ചി വേണ്ട. നീ പോ. ആ പാവല്ലേ? തലവേദന കുറവില്ലേ മണി? കൊഴപ്പില്ല. അപ്പൊ ഇനി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? വേണ്ട വേണ്ട, ഇനി ഒന്നും ഉണ്ടാക്കണ്ട. അമ്മ ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്നാ മതി, അല്ലേ അച്ഛാ? മതി. അപ്പൊ നിങ്ങൾ എന്തോ കഴിക്കും? അത് ഞാനും പിങ്കിയും കിച്ചണിൽ കയറും. ലൈറ്റ് ആദ്യം എന്തെങ്കിലും കഴിച്ചാ പോരെ പിങ്കി? മതി. അച്ഛൻ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം നിർബന്ധം ഉണ്ടോ? അങ്ങനെയല്ല പിള്ളേരെ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ദോശമാവ് ഇരിപ്പുണ്ട്, നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശയൊന്നും വേണ്ട. ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചമ്മന്തി പിന്നെ ചായ അങ്ങനെ നീണ്ടു പോകും. അവിടെ ഇറങ്ങി പോയി അമ്മ അങ്ങോട്ട്. ചേച്ചി വാ. സവാള എത്രയും മതിയോ? മതി. മുളക് വേണോ? മുളകൊന്നും വേണ്ട. ഓംപ്ലേറ്റ് സിംഗിൾ വേണോ ഡബിൾ വേണോ? സിംഗിൾ കഴിച്ചാ മതി. ഉപ്പ് കൂടിപ്പോകാൻ നോക്കിക്കോ. ശരിയാണ്, മുട്ടയ്ക്കെങ്ങാനും ഉപ്പ് കൂടുകയുണ്ടല്ലോ, പ്രശ്നമാണ്. ഈ ഓംലേറ്റ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. ഓക്കെ. ബ്രെഡും മുട്ടയുമാണോ? പോരെ, കട്ടൻ ചായ തയ്യാറാക്കാം. അച്ഛനെ ബ്രെഡ് അത്ര താല്പര്യം ഇല്ലല്ലോ. താല്പര്യമില്ലെങ്കിൽ ഓംലേറ്റ് മാത്രം കഴിച്ചാൽ മതി. അമ്മ അച്ഛന്റെ താല്പര്യം നോക്കി നോക്കിയാണ് ആരോഗ്യം ഈ സ്ഥിതിയിലായത്. ഏത് സ്ഥിതിയില്? വയസ്സായി, അത് ഓർമ്മ വേണം. ആർക്കിടി വയസ്സായത്? ചിലരങ്ങനെയാണ്. വയസ്സായാലും വയ്യെങ്കിലും ഒന്നും സമ്മതിക്കൂല. നോക്കി കണ്ടൊക്കെ ചെയ്യൂ പിള്ളേരെ. ഇതുവല്ലത് വായി വെച്ച് കഴിക്കാൻ കൊള്ളാവോ? എന്താ ഇവിടുത്തെ കാര്യങ്ങള് മണി? ഇങ്ങനെയുണ്ട് തലവേദന? കുഴപ്പമില്ല. അച്ഛന് ബ്രെഡ് ഓംലേറ്റ് പറ്റുമോ? ഇനി വിഭവസമൃദ്ധമായിട്ട് എന്തെങ്കിലും വേണോ? ബ്രെഡ് ഓംലെറ്റ് മതി. അച്ഛന് ഓഫീസിൽ കൊണ്ടുപോകാൻ ചോറ് വേണമെന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ രാവിലെ തന്നെ അടുക്കള കയറുന്നതും അമ്മയ്ക്ക് ഇപ്പൊ വയ്യാതായതും. അതങ്ങനെ മനുഷ്യൻ നേരെ ഉറക്കം കിട്ടണ്ടേ? ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എനിക്ക് ഓഫീസിൽ പോകുമ്പോൾ ലഞ്ച് കൊണ്ടുപോകണമെന്ന്. എല്ലാം അമ്മ സ്വയം ഇഷ്ടത്തിൽ ചെയ്യുന്നതാണ്. ലഞ്ച് ഒന്നും വിട്ടില്ലെങ്കിലേ അച്ഛൻ ഓഫീസിന്റെ പുറത്തിറങ്ങി വല്ല നാരങ്ങ വെള്ളം പഴമൊക്കെ മേടിച്ച് കഴിക്കും. അതങ്ങനെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് ഹോട്ടലിൽ നിന്നൊന്നും മേടിച്ച് കഴിക്കൂലല്ലോ, കാശ് പോവൂലേ. ആണോ? ഇതൊക്കെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. താൻ ചത്ത് മീൻ പിടിച്ചിട്ട് എന്താ കാര്യം? താനാ? അത് അച്ഛനല്ല, അത് ബാക്കിയുള്ള താൻ എല്ലാം മൊത്തത്തിൽ. കൊണ്ടുപോയി തിന്നെ. 2 ബ്രെഡ് എന്ത് 2 എണ്ണത്തിൽ ഒതുങ്ങൂലേ? ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലത് തന്നെ. ഞാൻ അധികമൊന്നും കഴിക്കൂലല്ലോ. അധികം തിന്നാ എന്നാ കൊള്ളാം. അതെ, ഞാൻ കട്ടൻ ചായ ഇടാം. എന്റെ പൊന്നമ്മ ഒന്ന് അവിടെ ഇരിക്കോ. കിടപ്പിലായ അറിയാലോ. കിടപ്പിലാവാനാ? ഒരാള് കിടപ്പിലാവാ അധികം സമയമൊന്നും വേണ്ട. അമ്മ ഒന്ന് അച്ഛൻ്റെ അടുത്ത് പോയി ഒന്ന് ഇരുന്നാണ് ഭക്ഷണം കഴിച്ചിട്ട് ഗുളി കഴിച്ചാൽ മതി. ഇനി ഗുളിയൊന്നും വേണ്ട. എന്ത് തലവേദന മാറിയാ? തലവേദനയൊന്നുമില്ല ഇപ്പൊ. ഇനി വന്നാല അമ്മ അവിടെ പോയി അച്ഛൻ്റെ അടുത്ത്. ഞാനേ ഉച്ചത്തെ ഭക്ഷണ കാര്യത്തിനെ പറ്റി ആലോചിക്കായിരുന്നു. ചോറും വെച്ച് കറി എന്തെങ്കിലും. എന്റെ പൊന്നമ്മ, അമ്മ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കണ്ട, അതൊക്കെ ഞങ്ങൾ റെഡി ആയിക്കോളാം. മണി
ഓ അച്ഛനടുത്ത് പോയിരിയമ്മ ഭക്ഷണം കൊണ്ടെത്തിക്കാം. ഡി, ബാക്കി പരിപാടി എങ്ങനെ? അത് ഇത് റെഡി ആക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടിയെ പറ്റിയൊക്കെ ആലോചിക്കാം. ഉരുളയ്ക്ക് പേര്